അപ്പോൾ നോക്കിയേ, നമ്മുടെ ചിക്കനും കിഴങ്ങും കൊണ്ടുള്ള 4 മണി പലഹാരം എന്ത് ടേസ്റ്റാണെന്നറിയാവൂ. ചായ ഇതായിപ്പം വെച്ച് കഴിഞ്ഞാൽ ചായയും കുടിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുകളല്ല, നല്ല ക്രിസ്പിയാണ്. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ചായക്കടി ഉണ്ടാക്കാം. ഒരു 4 മണി പലഹാരം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കഷ്ണം, ചെറിയ 3 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ, കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളകും ഉപ്പും കൂടിട്ട് പുഴുങ്ങി വെച്ചതേ. 2 കഷ്ണം, ഒരു 100-150 ഗ്രാം വരും, അത്രയേ ഉള്ളേ. പിന്നെ 2 കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ഈ ചിക്കൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. നമ്മളെ ചിക്കൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഇത് ഈ ബൗളിലോട്ട് ഇടാം. അപ്പം നല്ല മഴയാണ് പുറത്ത്. ഇനി ഇതിനകത്ത് ഒരു ചെറിയ സവാള ഗ്രേറ്റ് ചെയ്ത് വെച്ചതേ, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് തോനെയിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, അത് വേണ്ടാത്തവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂണോളം ഉണ്ടേ, അതിട്ട് കൊടുക്കാം. നമുക്ക് ഈ കിഴങ്ങ് ഇതൊന്ന് പൊടിക്കാം, പൊടിച്ച് ചേർക്കാം. മതിയേ, ബാക്കി കൈ കൊണ്ട് ഇതിനകത്തോട്ട് കുഴയ്ക്കുമ്പോൾ പൊടിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായപ്പലഹാരമാണ്. വെറുതെയും കഴിച്ചുകൊണ്ടിരിക്കാം. ചായ ഇല്ലെങ്കിലും ഡിന്നറായിട്ട് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തേ. അപ്പം ഞാൻ ചിക്കനകത്ത് ഉപ്പിട്ട് പുഴുങ്ങിയ ചിക്കനാണ് ശകലം. ഇനി ഇതിനനുസരിച്ച് ബാക്കി ഇട്ട് കൊടുക്കേ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇതെല്ലാം കുഴച്ചു. ഇനി ഇതിനകത്ത് 1 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കേ. ഇതെല്ലാം നല്ലതുപോലെ ഈ ഓയിലെല്ലാം എത്തണേ. നമ്മുടെ ചിക്കനും കിഴങ്ങും മസാലയും എല്ലാം നല്ല മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ടേ. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കിതിനൊരു ബാറ്റർ തയ്യാറാക്കാം. ഇനി ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം, ഇതിന് വലിയ കണക്കില്ല, കാര്യം ഇതിന് നമുക്ക് മുക്കി പൊരിക്കാനുള്ളതല്ലേ. എന്തായാലും ഞാൻ 3/4 കപ്പോളം മൈദമാവ് ഇട്ട് കൊടുത്ത് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു ശകല ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കലക്കിയെടുക്കാം. ഭയങ്കര ലൂസായി പോകരുത്, ഭയങ്കര കട്ടിയും വേണ്ടേ. കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ മാവ് റെഡിയാക്കി ഇങ്ങനെ ഇത് മതി. ഇനി ഇത്
ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ കുഴച്ച് വെച്ചേക്കുന്ന ഇതില്ലേ എല്ലാം ഒരു പ്ലേറ്റിനകത്ത് ഉരുട്ടി എടുത്ത് വെക്കേ. നമുക്ക് പ്ലേറ്റ് എടുത്ത് വെക്കാം. ഈ പ്ലേറ്റിനകത്തോട്ട് അല്പം എണ്ണയൊന്ന് തടയി കൊടുക്കേ. ഒഴിക്കട്ടെ. ഇനി ഒരല്പം എണ്ണ നമ്മുടെ കയ്യിൽ ഒന്ന് തടയി കൊടുക്കേ. എന്നിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് മാവ് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെക്കാം. ഇത് മൊത്തം കംപ്ലീറ്റ് ഉരുട്ടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഓക്കെ, നമ്മളെ ഉണ്ടയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൂട്ടിൽ നിന്ന് ഏകദേശം 11 ഉണ്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണേ. എണ്ണ ഒന്ന് ചൂടായി കിട്ടട്ടെ. നമ്മുടെ എണ്ണ നല്ല ചൂടായി. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമ്മുടെ ഈ ബാറ്റർ ഇരിക്കട്ടെ. നമ്മൾ ഉരുളകൾ ഇങ്ങോട്ട് വെക്കാം. തീ മീഡിയത്തിലും താഴെ ഇടാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഈ ബാറ്ററിലോട്ട് മുക്കി ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത്രയും മതി. രണ്ടായിട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ സ്പാച്ചിലൊന്നും കൊണ്ടിട്ട് കൊടുക്കരുത്. ഒന്നും പൊരിഞ്ഞ് കിട്ടട്ടെ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ. ഇതുപോലെ ശരിയായിട്ടോ. അത് 1 മിനിറ്റ് പോലും എടുക്കില്ല. 10-20 സെക്കൻഡ് കിടന്നാൽ മതി. ഇത്ര സമയം മതി. നോക്കേ, എല്ലാം റെഡിയായേ. 1 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇതിനകത്ത് എരി വേണ്ടുന്നവർക്ക് എരി പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം, ഒക്കെ ചെയ്യണേ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ്. അതുപോലെ നമുക്ക് 2 തേയും കൂടെ ഇട്ട് കൊടുക്കാം. എന്തെളുപ്പം ഇതുണ്ടാക്കാനായിട്ട്. നമ്മളെ രണ്ടാമതിട്ട ഉണ്ടകളും റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കാര്യം നമ്മുടെ ഉള്ളിൽ വെച്ചേക്കുന്ന മസാല മൊത്തവും വെന്തതല്ലേ, വേവിച്ചതല്ലേ.
ചിക്കൻ ആയാലും കിഴങ്ങായാലും പിന്നെ വേവാനൊന്നുമില്ലല്ലോ. ഇതും അതുപോലെ ഒരു 10-30 സെക്കൻഡ്. രണ്ടാമത്തെ ഉണ്ടകളും റെഡിയായി. ഇത് നമുക്ക് എണ്ണയിൽ നിൽക്കേ. ഇത് ഈസിയാണെന്ന് അറിയാമത്, പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണിത്. ഗ്യാസ് ഓഫാക്കാം. ഞാനൊരു പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നോക്കിയേ, നമ്മുടെ ചിക്കനും കിഴങ്ങും കൊണ്ടുള്ള 4 മണി പലഹാരം എന്ത് ടേസ്റ്റാണെന്നറിയാവൂ. ചായ ഇതായിപ്പം വെച്ച് കഴിഞ്ഞാൽ ചായയും കുടിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള നല്ല ക്രിസ്പിയാണ്. ഇതിനകത്തൊരു കാര്യം കൂടി ചേർക്കാൻ, ചീസ്. ഇത് നമ്മളെല്ലാം കുഴയ്ക്കുമ്പം ചീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചീസും ഇതിനകത്ത് ചേർക്കേ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം